നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സീമന്തത്തിനിടെ വയറുവേദന ഉണ്ടായി ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം ഇയാളുടെ പരവേശവും ആദിയും വെപ്രാളവും ഒക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഒറ്റയ്ക്ക് മാറിയുള്ള ഇരിപ്പും. പേടിച്ചു പോയല്ലേ? അബോഷനായി പോകുന്നുള്ള പേടിയാണോ? എനിക്കറിയാടോ ഇയാൾ ആ കുഞ്ഞിനെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. നമ്മുടെ പ്രണയമല്ലേ ഈ വയറ്റിലൊരു കുഞ്ഞ് ആത്മാവായി തുടിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞപ്പോഴാ ഇയാൾക്ക് ഈ കുഞ്ഞിനെ ഓരോരുത്തരും എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ബോധ്യം വന്നതല്ലേ. ആ മുഖം ഒന്ന് കാണാതെ, ആ സ്വരം ഒന്ന് കേൾക്കാതെ, അതുവരെ എല്ലാവരും കുട്ടികളിയായിരുന്നു തനിക്കല്ലേ. പിന്നെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള ആദ്യം പരവേശമായി. അതിനോടൊപ്പം ഇയാള് കല്യാണം കഴിഞ്ഞ് ആദ്യ സമയത്ത് എല്ലാവരോടും കാണിച്ചുകൊണ്ടിരുന്ന ശത്രുതയെക്കുറിച്ചുള്ള പശ്ചാത്താപവും വിഷമവും കൂടിക്കൊഴിഞ്ഞ് കിടക്കുക മനസ്സില്, അല്ലേടോ? ഏയ് സാരമില്ലടോ, പോട്ടെ. നമ്മുടെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല. നല്ല ആരോഗ്യവതിയായി മിടുക്കിയായി പിറക്കുവോള്. എടോ, ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷ ദിവസങ്ങളിൽ ഒന്നാ ഇന്ന്. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഇയാളുടെ വയറ്റിലുള്ളത് പെൺകുഞ്ഞാണെന്ന് സിദ്ധം പറഞ്ഞില്ലേ, അത് കേട്ടിട്ട്. എടോ, ഇയാൾക്കറിയാലോ ഇയാൾ എന്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ എന്നെ സ്നേഹിച്ചിരുന്നത് എന്റെ അമ്മയാ. ആ അമ്മയ്ക്ക് എളുപ്പമൊന്നും എന്നെ വിട്ട് പോവാൻ പറ്റില്ലടോ. ആ അമ്മയാ തന്റെ വയറ്റിലിപ്പോ ഒരു ജീവനായി തുടിക്കുന്നെന്ന് എനിക്ക് ഉറപ്പാ. ഞാനൊന്ന് പറയട്ടെ. എനിക്ക് അബോർഷൻ വേണ്ട, പ്ലീസ് ഡോക്ടർ. മോള് കുഞ്ഞിന് വേണ്ടി മരിക്കാൻ തയ്യാറായാലും കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനാവില്ല. അത് സംഭവിച്ചു കഴിഞ്ഞു. എന്താടോ വിശ്വാസം വരുന്നില്ലേ? ചിലപ്പോ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടോ? നമ്മുടെ ആഗ്രഹം ദൈവം സാധിച്ചു തരും. ഒന്നുമില്ലെങ്കിലും അമ്മയുടെ ഓർമ്മയ്ക്കൊരു പെൺകുഞ്ഞിനെ വേണമെന്ന് എന്റെ പ്രാർത്ഥനയായിരുന്നു. നമുക്കവളെ പത്മിനി എന്ന് പേരിട്ട് വളർത്താം, പപ്പി എന്ന് വിളിക്കാം. അവൾ ആരോഗ്യത്തോടെ ഇരിക്കാൻ ഇയാള് ചെയ്യേണ്ടത് മനസ്സിൽ നീ സങ്കടവും വിഷമവും എല്ലാം അങ്ങ് മായ്ച്ചു കളയുക. മറ്റെല്ലാം അങ്ങ് മറന്നേക്ക്. സത്യാമ്മ പറഞ്ഞതുപോലെ മരുന്നും ആഹാരവും എല്ലാം കൃത്യസമയത്ത്. വേറെന്തെങ്കിലും പറയാനുണ്ടോ തനിക്ക്? ഞാൻ ഇടയ്ക്ക് വിളിച്ചോളാം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.